ഡീനാസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതിനു വേണ്ടി നമുക്കൊരു ഫ്രൂട്ട്സ് മിക്സ് തയ്യാറാക്കിയെടുക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പഴുത്ത ഒരു മാങ്ങ, മുന്തിരി കുരു ഇല്ലാത്തത്, നേന്ത്രപ്പഴം, അധികം പഴുത്ത നേന്ത്രപ്പഴം എടുക്കരുത്, പിന്നെ പൈനാപ്പിൾ, ഉറുമാമ്പഴം, ആപ്പിള്, കുറച്ച് ചെറിപ്പഴം. എല്ലാ ഫ്രൂട്ട്സും ഏകദേശം ഒരേ അളവിൽ തന്നെ എടുക്കാൻ നോക്കണം. ചുവന്ന പപ്പായ, അതായത് ലേഡി പപ്പായ ഇതിലേക്ക് നല്ല ടേസ്റ്റാണ്. എനിക്കത് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത്. ഫ്രൂട്ട്സിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി ജാം വേണം. മിക്സ്ഡ് ഫ്രൂട്ട് ജാമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ബദാം പൗഡറും പിസ്ത പൗഡറും വേണം. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസും പൈനാപ്പിൾ എസൻസും വേണം. ആവശ്യത്തിനുള്ള പഞ്ചസാര വേണം. പിന്നെ ഇതിലേക്ക് വാനില ഐസ്ക്രീം വേണം. എല്ലാ പഴങ്ങളും ഒരേ വലുപ്പത്തിൽ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. പൈനാപ്പിളിൻ്റെ പുറത്തുള്ള കറുത്ത ഭാഗവും ഉള്ളിലെ തണ്ടും മുഴുവനായിട്ട് ഒഴിവാക്കി കളയണം. അതുപോലെ നേന്ത്രപ്പഴത്തിൻ്റെ ഉൾഭാഗത്തെ കറുത്ത അരികളെല്ലാം ചെത്തിക്കളഞ്ഞ ശേഷം ചെറിയ കഷ്ണങ്ങളാക്കണം. ഇനി മുറിച്ച് വെച്ച ഫ്രൂട്ട്സ് എല്ലാം ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബദാം പൗഡർ, 1/2 ടേബിൾ സ്പൂൺ പിസ്ത പൗഡർ, 1 ടീസ്പൂൺ വാനില എസൻസ്, 2-3 തുള്ളി പൈനാപ്പിൾ എസൻസ്, 100 ഗ്രാം മിക്സ്ഡ് ഫ്രൂട്ട് ജാം, 1/2 കപ്പ് പഞ്ചസാര എന്നിവ ചേർത്ത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യുക. പഞ്ചസാര അലിഞ്ഞു ചേരുന്നത് വരെ മിക്സ് ചെയ്യണം. ഇനി ഇത് ഒരു ബോക്സിലേക്ക് മാറ്റി കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും ഫ്രീസറിൽ തന്നെ വെക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ചേർത്ത ഫ്ലേവറുകളും പഞ്ചസാരയും എല്ലാം നന്നായി ഫ്രൂട്ട്സിലേക്ക് ചേരുകയുള്ളൂ. ഫ്രീസറിൽ വെച്ച് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിത് പുറത്തെടുത്തത്. നമ്മളിത് ഉപയോഗിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഫ്രീസറിൻ്റെ താഴെ തട്ടിൽ വെക്കണം. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഒരു ബൗളിലേക്ക് 2-3 ടേബിൾ സ്പൂണ് ഫ്രൂട്ട് മിക്സ് ഇടുക. ഇതിന് മുകളിലായിട്ട് ആവശ്യത്തിനുള്ള ഐസ്ക്രീം ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പും സ്ട്രോബെറി സിറപ്പും ഒഴിച്ചു കൊടുക്കാം. ഡെക്കറേഷൻ മാത്രമല്ല, ഇതിൻ്റെ ഫ്ലേവറും കൂടി ചേരുമ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വീട്ടിലെന്തെങ്കിലും പാർട്ടിയോ സൽക്കാരോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലൊരു ഫ്രൂട്ട് മിക്സ് ഉണ്ടാക്കി വെച്ചാൽ അത് സെർവ് ചെയ്യുന്ന ജോലി മാത്രമേ പിന്നെ നമുക്കുള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.